നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ച് PSCയുടെ കഴിഞ്ഞ ഒരു യോഗം നടന്നതിന് ശേഷമുള്ള ഒരു സംസാരമായിരുന്നു. ഇത്തവണ എസ്ഐ ഉണ്ടോ? അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമസഭയിൽ പറഞ്ഞ പോലെ എല്ലാ വർഷം ഒരു യൂണിഫോം പോസ്റ്റിലോട്ടെങ്കിലുമുള്ള നിയമനം നടത്തുമെന്ന് പറഞ്ഞത് ഇത്തവണ മാറ്റിവെക്കുന്നുണ്ടോ എന്നെല്ലാം ഉള്ള ചർച്ചകളായിരുന്നു. എന്തായാലും PSCയുടെ യോഗ തീരുമാനം വന്നിട്ടുണ്ട്. നിങ്ങള് അറിഞ്ഞു കാണും. PSC എസ്ഐ വിളിക്കുന്നുണ്ട്. ഇത്തവണയും എസ്ഐ വിളിക്കുന്നുണ്ടെന്നുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ യോഗ തീരുമാനം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ? ആംഡ് പോലീസിലോട്ടും അതേസമയം തന്നെ കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോസ്റ്റിലോട്ടും രണ്ടിലോട്ടും സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലോട്ട് PSC വിളിക്കുന്നുണ്ട് എന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? PSC സബ് ഇൻസ്പെക്ടർ തസ്തികയിലോട്ടുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ ചെറിയൊരു പിടുത്തം കൊണ്ടുവന്നിട്ടുണ്ടെന്നും കട്ട് ഓഫ് കൂടുന്നുണ്ടെന്നും പഠിക്കൽ ബുദ്ധിമുട്ടാകുമെന്നും ഈ ഒരു എക്സാം കോൺസെൻട്രേറ്റ് ചെയ്താൽ നഷ്ടമാകുമെന്നും അങ്ങനെ ഒരുപാട് ചർച്ചകളും അനിശ്ചിതത്വങ്ങളും എല്ലാം ഉണ്ട്. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ PSCയുടെ കഴിഞ്ഞ തവണത്തെ SI മെയിൻസിന്റെ സിലബസ് ഞാനൊന്ന് എടുക്കാം. പ്രിലിംസിന്റെ കാര്യത്തിൽ ഈ വീഡിയോ കാണുന്ന ആർക്കും ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പ്രിലിംസ് കോമൺ പ്രിലിമിനറി എക്സാം തന്നെയായിരിക്കും. അവിടെ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്നും അതിന്റെ കട്ട് ഓഫ് എന്തായിരിക്കും എന്നെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുള്ള കാര്യമാണ്. എങ്ങനെ കോമ്പറ്റീഷൻ മാറുന്നു എന്നതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കഴിഞ്ഞൊരു ദിവസം നിങ്ങൾ പ്രിലിംസ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏത് ബുക്കുകൾ വായിച്ചു തുടങ്ങണം, ഏത് NCERT കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നെല്ലാം ഉള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും അതൊന്ന് കണ്ട ശേഷം ഈ വീഡിയോ തുടർന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് സിലബസ് എന്താണ്? കഴിഞ്ഞ മെയിൻസ് എക്സാം SI മെയിൻസിനുള്ള സിലബസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 3 മാർക്ക് ഹിസ്റ്ററി, 3 മാർക്ക് ജോഗ്രഫി, 3 മാർക്ക് എക്കണോമിക്സ്, കേരള ഗവേണൻസ് 5 മാർക്ക്. എഗെയിൻ സയൻസ് സബ്ജക്റ്റുകളുടെ ഇമ്പോർട്ടൻറ്റ് മെയിൻസിൽ എങ്ങനെ മാറുന്നു എന്നതിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ലൈഫ് സയൻസ് 6 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ കറണ്ട് അഫെയർ 5 മാർക്ക്. ബാക്കി കേരള ബാങ്കും LSCSും കമ്പയർ ചെയ്യുന്ന സമയത്ത് 15 മാർക്ക് കറണ്ട് അഫെയർ ഇല്ല, മറിച്ച് 5 മാർക്കാണ് ഉള്ളത്. ദെൻ MEM 10 10 10 30 മാർക്ക് MEM. ആൻഡ് ദെൻ സ്പെഷ്യൽ ടോപ്പിക് 45 മാർക്ക്. ഇതാണ് ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. പലരും സ്പെഷ്യൽ ടോപ്പിക് ഫോക്കസ് ചെയ്യാതെ SIയുടെ കട്ട് ഓഫ് കുറവാണല്ലോ എന്ന് കരുതി വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷേ സ്പെഷ്യൽ ടോപ്പിക് ആണ് ഈ ഗെയിമിൽ എല്ലാം എന്ന് ഞാൻ ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ 45 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്. ആദ്യം എന്തൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉള്ളതെന്ന് നോക്കാം. കഴിഞ്ഞാലത്തെ സ്പെഷ്യൽ ടോപ്പിക് വലിയ മാറ്റങ്ങളൊന്നും ഇത്തവണ വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ IPC 5 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ IPC. സ്വാഭാവികമായും ഇത്തവണ ഭാരതീയ ന്യായ സംഹിത വന്നതുകൊണ്ട് തന്നെ BNS ആയിരിക്കും. CRPC 5 മാർക്കാണ്, ഇത്തവണ അത് BNSS ആയിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ദെൻ IT ആക്ട് 5 മാർക്ക് ഉണ്ടായിരുന്നു, RT ആക്ട് 3 മാർക്ക് ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ 7 മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് എന്ന് നിങ്ങൾ എക്സ്ട്രാ പഠിക്കുന്നത് 38 മാത്രമാണ് എന്നും നമുക്ക് പറയാം. ദെൻ ബേസിക്സ് ഓഫ് IT ആൻഡ് സൈബർ ക്രൈം 10 മാർക്ക്, സൈക്കോളജി 10 മാർക്ക്. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു 45 മാർക്കാണ് നിങ്ങളുടെ SI ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ അത് എങ്ങനെ തീരുമാനിക്കും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. അതിനു മുമ്പ് എക്സാമിന്റെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും എക്സാം നടക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കൂടെ ഒന്ന് തരാം. പ്രിലിമിനറി എക്സാം മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയത്താണ് നടക്കുക. നിങ്ങൾക്കറിയാം കഴിഞ്ഞ തവണ ഇലക്ഷൻ കാരണമൊക്കെ ഒന്ന് നീണ്ടു. പക്ഷെ എനിവേ മാർച്ചിന്റെ മെയിൻ്റെ ഉള്ളിൽ എക്സാം നടന്നിരിക്കും. UPSC പരീക്ഷയോട് ചേർന്നിട്ടൊക്കെ നടത്തുക. സോ UPSC ആസ്പിരൻസ് കൂടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. പിറ്റേ ദിവസം എക്സാം നടക്കുക, അങ്ങനെ UPSCയുടെ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ എക്സാം നടക്കുന്ന സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ 2 തവണയും 2 പ്രിലിമിനറി എക്സാം സൈക്കിളിലും PSC ചെയ്ത കാര്യമാണ്. അതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചോ. മെയിൻസ് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള പീരീഡിൽ നടക്കാം. കഴിഞ്ഞ തവണ SI മെയിൻസ് സെപ്റ്റംബറിലും കേരള ബാങ്ക് ഒക്ടോബർ അവസാനവും നവംബർ 9 LSCS മെയിൻസ് നടന്നത്. സോ അതേ പീരീഡ് തന്നെ നിങ്ങൾക്ക് ഇത്തവണയും പ്രതീക്ഷിക്കാം. കാരണം നോട്ടിഫിക്കേഷൻ വരുന്ന സമയമല്ല, അതേ സമയം തന്നെയാണ്. സോ സെപ്റ്റംബറിന് നവംബറിന് ഇടയ്ക്ക് നിങ്ങൾക്ക് മെയിൻസും പ്രതീക്ഷിക്കാം. അതായത് ഒരു മെയിൽ എക്സാം നടക്കുവാണ്, നിങ്ങൾ ആ എൻഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് മെയ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലോട്ടുള്ളത് എത്ര മാസമാണ്? മെയ് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒരു 3-4 മാസം. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 മാസം മാക്സിമം, ചില സമയത്ത് 1 മാസമൊക്കെ ഉണ്ടാവുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് മെയിൻസിലോട്ട് പഠിക്കാൻ. അപ്പൊ 2 മാസം കൊണ്ട് 2 മാസം ഉണ്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക റിസൾട്ട് വന്നിട്ട്. അതൊരു വളരെ ചെറിയ ടൈം പീരീഡ് ആണ് ഇങ്ങനെയൊരു എക്സാം പഠിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട്? ഞാൻ അവിടെ കട്ട് ഓഫ് ഒന്ന് പറഞ്ഞുതരാം. പ്രിലിമിനറി എക്സാമിന് SIക്ക് ഉണ്ടായിരുന്ന കട്ട് ഓഫ് സിവിൽ പോലീസ് SI എന്നുള്ളത് 44.66ഉം ആംഡ് പോലീസ് 36ഉം ആയിരുന്നു. എന്നാൽ മെയിൻസിലോട്ട് എത്തുന്ന സമയത്ത് കട്ട് ഓഫ് 47ലോട്ടും ആംഡിന്റെ 52ലോട്ടും മാറി.
അപ്പൊ 47 എന്ന കട്ട് ഓഫിലോട്ട് മെല്ലെ 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 കട്ട് ഓഫ് ഉയരുകയാണ്. എസ് ഐക്കും പൊതുവെ കട്ട് ഓഫ് കുറവ് എന്ന് പറയപ്പെടുന്ന എസ് ഐക്കും കട്ട് ഓഫ് കൂടുക. അതിന്റെ കാരണം എന്താണ്? വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഫിസിക്കലിന് ഇത്തവണ ക്ഷണിച്ചിട്ടുള്ളൂ PSC. ആ മോഡൽ കട്ട് ഓഫ് 52ലോട്ട് കയറി. സോ ഇതാണ് പ്രധാന ചലഞ്ച്. ഒന്ന് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം നമ്മൾ കണ്ടു. 45 മാർക്ക്. ഈ 45 മാർക്ക് ഞാൻ കഴിഞ്ഞൊരു തവണത്തെ പറയുവാണെങ്കിൽ KS മിനറൽ ആയാലും സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ SC മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചലഞ്ച് ഞാൻ അതിൽ ഹെഡ് ചെയ്ത ഒരാളെന്ന രീതിയിൽ എനിക്കറിയാം. അത് സ്പെഷ്യൽ ടോപ്പിക് എന്ന രീതിയിൽ ഉള്ളതാണ്. സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ളതാണ് അവിടെ സൈക്കോളജി അവസാന സമയത്ത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ IPC CRPC മുമ്പ് പഠിച്ചത് കൊണ്ട് മാത്രം അതിലൊരു ഗ്രിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ IT ആൻഡ് സൈബർ ക്രൈമിൽ പൂർണ്ണമായും പഠിച്ച സാധനം വരാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് ചലഞ്ചുകൾ, ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ എണ്ണത്തിലുള്ള കുറവ്, ഇങ്ങനെയൊക്കെയുള്ള ചലഞ്ചുകൾ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളും ആസ് എ SI എഴുതുന്ന കമ്മ്യൂണിറ്റിയും ഫേസ് ചെയ്തതാണ്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്തവണ നേരത്തെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. നോക്കിയ BNSഉം BNSSഉം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ട് IPCയുടെ ഒരുപാട് സെയിം പ്രൊവിഷൻസ് ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ സെക്ഷൻസ് മാറാം, അല്ലെ, ഇന്റർപ്രിട്ടേഷൻസ് മാറാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയെല്ലാം നേരത്തെ പഠിച്ചില്ലെങ്കിൽ ഇതിലോട്ട് എത്തുക ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ SI ഫോക്കസ് ചെയ്തുകൊണ്ട്, SI മെയിൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട്, സ്പെഷ്യൽ ടോപ്പിക് ഫോക്കസ് ചെയ്തുകൊണ്ട് KS മിനറൽ എന്തായാലും ഇപ്പൊ തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഉടനെ ജോയിൻ ചെയ്യാം. നമുക്ക് വീഴുക ഒരു ചാൻസും ഇല്ല. എന്തുകൊണ്ടാന്ന് ഒന്നുകൂടി ഞാൻ അപ്പുറത്തോട്ട് പോയിട്ടൊന്ന് ഇപ്പൊ തിരിച്ചു വരാം. കോമ്പറ്റീഷൻ അത്രമാത്രം കൂടി കേട്ടോ. 52 പേരെയാണ് ആമുഡിലോട്ട് വിളിച്ചിരിക്കുന്നത്, 322 പേരെയാണ് ഫിസിക്കലിലോട്ട് വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കട്ട് ഓഫ് 52ഉം 47 ആയെന്ന് മനസ്സിലായല്ലോ. സോ അത്രമാത്രം കട്ട് ഓഫ് ഉയരുകയും കോമ്പറ്റീഷൻ കൂടുകയും. പക്ഷേ ഇത്തവണ പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് BNS നിങ്ങളുടെ സീനിയേഴ്സും പഠിച്ചിട്ടില്ല, വെറ്ററൻസും പഠിച്ചിട്ടില്ല. സോ BNSS എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഈ ചലഞ്ചുകളെല്ലാം ആ രീതിയിൽ നിങ്ങൾ മറികടക്കണം. IT സൈബർ ക്രൈമും ബേസിക്സ് സൈക്കോളജി ഒക്കെ തന്നെയായിരിക്കും വിത്തിൻ ഡേയ്സ് നമുക്കറിയാം. PSCയുടെ ഭാഗത്ത് തന്നെ ഇൻഫർമേഷൻ കിട്ടും, അത് തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ IT ആക്ട് ഒന്നും RT ആക്ട് ഒന്നും എടുത്തു മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു മാറ്റാനുള്ള സാധ്യത ഒട്ടുമില്ല. അപ്പോ അവിടെ ഭയങ്കര ധൈര്യമായിട്ട് നമുക്കുള്ള ചില കാര്യങ്ങളുണ്ട്. BNSS, കോൺസ്റ്റിറ്റ്യൂഷൻ, IT ആക്ട്, ഇതിൽ നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ സിലബസ് വന്ന ഉടനെ നമുക്ക് സൈക്കോളജി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ SI നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ചലഞ്ചായി മാറരുത് നിങ്ങൾക്ക്. കാരണം സമയം വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം, ഒരു മാസം 2 മാസം കൊണ്ട് ഇത് നടക്കില്ല. അത് ഞാൻ പറയട്ടെ, ആ ഒരു സമയത്ത് അത്രമാത്രം പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുമായിരിക്കും. പക്ഷെ ഇപ്പൊ എന്ത് എളുപ്പമായിട്ട് സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അതിന്റെ കട്ട് ഓഫ് നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ അതുകൂടെ പഠിക്കില്ലേ? അവിടെ 2 പരീക്ഷയും ഒരുമിച്ച് പഠിച്ചുകൊണ്ട്, ഇപ്പൊ കഴിഞ്ഞ തവണ വലിയൊരു അവസരം കുട്ടികൾക്ക് കിട്ടി. SI കിട്ടി, കേരള ബാങ്ക് കിട്ടി, LSCS കിട്ടി. പക്ഷെ അവിടെ പലർക്കും സംഭവിച്ചത്, മുമ്പേ ഞാനത് പറഞ്ഞതാണ് കമ്മ്യൂണിറ്റിയോട്, നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. 3ഉം കൂടെ ഒരുമിച്ച് വരുമ്പോൾ വ്യക്തമായ സമയം അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ 3 നടക്കും, ഇല്ലെങ്കിൽ അതൊരു ചലഞ്ചാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ സമയത്ത് സമയം അലോക്കേറ്റ് ചെയ്ത് വേറെ വേറെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ മെയിൻസിന്റെ അടക്കം ബേസിക്സ് പഠിച്ചു പോകുന്നതല്ലേ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങുക. കോമ്പറ്റീഷൻ വളരെ കൂടിയിട്ടുണ്ട്. ബാക്കി സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഓൾറെഡി പഠിച്ച വെറ്ററൻസ് അവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഇത്തവണ ഫിസിക്കലിന് പോകുന്നവർ അവിടെ നിൽക്കുവാണ്. അങ്ങനെ ഒരു വലിയ ക്രൗഡിന്റെ ഒപ്പമാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഫ്രഷേഴ്സിനായാലും ഓൾറെഡി ഉള്ളവർക്കായാലും വലിയ ചലഞ്ചസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ചലഞ്ചസിനെ ഓപ്പർച്യൂണിറ്റി ആക്കാൻ സ്മാർട്ടായിട്ട് പഠിച്ചു തുടങ്ങാം. സ്മാർട്ടായിട്ട് പഠിച്ചു തുടങ്ങണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അക്രോസ് പറഞ്ഞ ഈ 5 മിനിറ്റിൽ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റുകളും മനസ്സിൽ വെച്ചുകൊണ്ട് തുടങ്ങണം. അങ്ങനെയുള്ള ഒരു മെയിൻസ് ബാച്ച് അല്ലെങ്കിൽ PCM ബാച്ച്, പ്രിലിംസ് കം മെയിൻസ് ബാച്ച് KS മിനറൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ ഈ വിത്തിൻ വീക്സ് തന്നെ നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഇൻഫർമേഷനും കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഒപ്പം തന്നിരിക്കുന്ന ലിങ്ക് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ SIയിൽ റാങ്ക് മേടിക്കാം എന്നുള്ള വീഡിയോ ഞാൻ അതിന്റെ ഒപ്പം പിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല പ്രിലിംസ് വൃത്തിക്ക് പഠിച്ചു തുടങ്ങാനുള്ള എന്തൊക്കെ ബുക്ക് ലിസ്റ്റുകളാണ് നിങ്ങൾ ഒരു കുട്ടി നിർബന്ധമായും വായിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതും ഞാൻ ഇതിന്റെ കൂടെ പിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണുക, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. സോ നമ്മളൊപ്പം ഉണ്ട്, ഈസി ആയിട്ട് നമുക്കിത് ഓപ്പർച്യൂണിറ്റി ആക്കി തന്നെ മാറ്റാം. ഓൾ ദ ബെസ്റ്റ്. ബാക്കി ഇത്തരം SEO ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസുമായിട്ട് നമ്മൾ ഈ ചാനലിൽ വരും. സോ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് അതുപോലെ തന്നെ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ.